ഹായ് ഫ്രണ്ട്സ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ 1200 വർഷക്കാലം ഭരണം നടത്തി. ഈ കാര്യം നിങ്ങളെല്ലാവർക്കും വളരെ നന്നായി അറിയാമല്ലേ? പക്ഷേ നിങ്ങൾക്കിതറിയാമോ? ഇന്ത്യക്ക് അയൽ രാജ്യമായി ഒരു രാജ്യമുണ്ട്, അതിന്മേൽ ബ്രിട്ടീഷുകാർ ഒരിക്കലും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനായില്ല. ഫ്രണ്ട്സ്, ആ രാജ്യം നേപ്പാൾ. ഈ രാജ്യം എന്താണ് ചെയ്തത്? ബ്രിട്ടീഷുകാർ അതിന് കീഴടക്കാനായില്ല. ആംഗ്ലോ നേപ്പാൾ യുദ്ധം എന്താണ്? ബ്രിട്ടീഷുകാർ നേപ്പാളിനെ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? വരൂ, ഞങ്ങൾ അറിയാം. പക്ഷെ വീഡിയോ തുടങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനലിലേക്ക് ആദ്യമായി വന്നതാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫ്രണ്ട്സ്, ഇന്ത്യക്ക് അയൽ രാജ്യമായ നേപ്പാൾ, ആ രാജ്യം ഒരിക്കലും ആരുടെയും അടിമത്തം ചെയ്തിട്ടില്ല. ബ്രിട്ടീഷുകാർ നിരവധി രാജ്യങ്ങളിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചു. ലോക ജനസംഖ്യയുടെ ഏകദേശം 1/4 ഭാഗത്തിൽ ഭരണം നടത്തി. പക്ഷെ നേപ്പാളിന്മേൽ ഒരിക്കലും തങ്ങളുടെ അധികാരം സ്ഥാപിക്കാനായില്ല. ഇതുമാത്രമല്ല, നേപ്പാൾ മാത്രമാണ് ആ രാജ്യം എന്നും പറയപ്പെടുന്നു. അതിൽ ഭരണം നടത്തുന്നതിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു. പക്ഷെ ഇത് എങ്ങനെ സാധ്യമായി? വരൂ മനസ്സിലാക്കാം. സോദര, കഥ 1768 മുതൽ തുടങ്ങുന്നു. നേപ്പാളിന്മേൽ അതിനു മുമ്പും നിരവധി രാജാക്കന്മാരുടെ ഭരണമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നേപ്പാളിന്റെ ദിശ മാറ്റിയത് പൃഥ്വിനാരായൺ സിംഗ്. പൃഥ്വിനാരായൺ നേപ്പാൾ സിംഹാസനത്തിൽ വളരെ കാലമായിരിക്കുന്നു. പക്ഷെ ചർച്ചയിലേക്ക് വന്നത് 1768-ൽ. അപ്പോൾ അവർ നേപ്പാളിനെ ഏകീകരിച്ച് കിങ്ഡം ഓഫ് നേപ്പാൾ സ്ഥാപിച്ചു. അതിനെ ഗോർഖ കിങ്ഡം എന്നും വിളിക്കുന്നു. യഥാർത്ഥത്തിൽ പൃഥ്വിനാരായൺ ഷാ കാഠ്മണ്ഡു മറ്റും അതിന്റെ ചുറ്റുപാടുകളിലുള്ള പ്രദേശങ്ങൾ കീഴടക്കി നേപ്പാൾ സ്ഥാപിച്ചു. അവരുടെ സൈന്യത്തെ ഗോർഖ ആർമി എന്നും വിളിക്കുന്നു. ആ കാലത്ത് അതിന്റെ ആധിപത്യം ബ്രിട്ടീഷുകാരുമായി തുല്യമായിരുന്നു. മറുവശത്ത് ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ തങ്ങളുടെ വേരുകൾ ബലപ്പെടുത്തുന്നതിൽ മുഴുകുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധ ഇപ്പോൾ ബംഗാളിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് അവർ ബംഗാൾ ഭാഗത്തേക്ക് കാലുകൾ വെച്ചു. അതിന്റെ ഫലം പ്ലാസി യുദ്ധം. 23 ജൂൺ 1757-ന് റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബംഗാൾ നവാബും തമ്മിൽ പ്ലാസി യുദ്ധം നടന്നു. അതിൽ കമ്പനി സിറാജുദ്ദൌളയെ പരാജയപ്പെടുത്തി ബംഗാൾ നവാബിന്റെ സൈന്യത്തെ ഛിന്നഭിന്നമാക്കി. അവിടെ നിന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷുകാരുടെയും ഇരുവരുടെയും പിടി ബംഗാളിൽ ബലപ്പെട്ടു. ഇത് ആ കാലം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേവലം 2 ശക്തികളുടെ ആധിപത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ബ്രിട്ടീഷുകാരും അവരുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, രണ്ടാമത്തത് നേപ്പാൾ ഗോർഖ ആർമി. നമുക്കെല്ലാവർക്കും അറിയാം, അയൽ രാജ്യത്തെ 2 ശക്തികൾ ജനിക്കുമ്പോൾ ചുഴലിക്കാറ്റ് വരും. ഇവിടെയും അങ്ങനെ സംഭവിക്കാൻ പോകുന്നു. യഥാർത്ഥത്തിൽ 1768-ൽ നേപ്പാൾ ഗോർഖ ആർമി എന്തോ ഒന്ന് ചെയ്തു. അതിന്റെ ഫലമായി ഇഷ്ടമില്ലാത്തതിനാൽ ഈ 2 ശക്തികളും ഒന്നിനൊന്ന് ഏറ്റുമുട്ടി. സംഭവിച്ചതിങ്ങനെ: നേപ്പാൾ തങ്ങളുടെ ബോർഡർ ലൈൻ സൃഷ്ടിക്കുന്നു. ഗോർഖ ആർമി എന്താണ് ചെയ്തതെന്നാൽ നേപ്പാളിന്റെ ദക്ഷിണ ബോർഡറിനെ വർദ്ധിപ്പിച്ച ബ്രിട്ടീഷ് ഉത്തര ബോർഡർ വരെ എത്തിച്ചു. അതോടെ ബ്രിട്ടീഷുകാർ കോപാകുലരായി. നിങ്ങൾ തന്നെ ചിന്തിക്കൂ, ലോകത്തിൽ ഏകദേശം എല്ലാം ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വ്യാപിച്ച സമയത്ത് അത്തരം പ്രവൃത്തി വിവാദമാകാതിരിക്കില്ലല്ലോ. 1814 മുതൽ 1815 വരെ ഗോർഖകൾക്ക് ഈ ജോലിക്കായി ബ്രിട്ടീഷുകാരുമായി 2 കൈകൾ കൂട്ടിയണക്കേണ്ടി വന്നു. രണ്ടിനുമിടയിൽ 1816 വരെ ആംഗ്ലോ ഗോർഖ യുദ്ധം നടന്നു. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നാൽ നേപ്പാൾ ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തു? നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനു പിന്നിൽ ബോർഡറുകൾ വർദ്ധിപ്പിക്കുന്ന പോളിസികളും ചിന്തകളുമുണ്ട്. യഥാർത്ഥത്തിൽ ആ കാലത്ത് ബ്രിട്ടീഷ് ആർമിയും ഗോർഖകളും ഇരുവരും തങ്ങളുടെ പ്രദേശങ്ങളുടെ അതിരുകൾ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചു. ഒരു വശത്ത് ബ്രിട്ടീഷ് ആർമിയുടെ ചിന്ത എന്താണെന്നാൽ ഏതൊരു രാജ്യം നിലനിൽക്കാൻ ബോർഡറുകൾ ഉണ്ടായിരിക്കണമെന്ന്. മറുവശത്ത് ഗോർഖകൾക്ക് ബ്രിട്ടീഷുകാരുടെ ഈ കൺസെപ്റ്റിനോട് പൂർണ്ണമായും അജ്ഞരാണ്. അവരുടെ ദൃഷ്ടിയിൽ ബോർഡർ വരച്ച് ലൈൻ ഉണ്ടാക്കിയെന്ന്. ഈ അജ്ഞതയിൽ തന്നെയാണ് ആംഗ്ലോ ഗോർഖ. എന്നിരുന്നാലും ആ ദിവസം ഗോർഖ ആർമി വളരെ ശക്തമായി കണക്കാക്കപ്പെട്ടു. 1816 ആയപ്പോഴേക്ക് ബ്രിട്ടീഷുകാർക്കും ഇത് മനസ്സിലായി. ഇവിടെ ബ്രിട്ടീഷുകാർ നേപ്പാളിനെ തങ്ങളുടെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരാനായില്ല. ഗോർഖ ആർമിയെ കൂടുതലായി നേരിടാനും കഴിഞ്ഞില്ല. ഇവിടെ ഗോർഖകൾക്കും നിരവധി പ്രശ്നങ്ങൾ വന്നു. അവർക്ക് കനത്ത നഷ്ടം സംഭവിച്ചു. അതുകൊണ്ട് 2 പാർട്ടികളും ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് 2 ശക്തികൾക്കിടയിൽ സുഗൗലി ഉടമ്പടി നടന്നു. നേപ്പാൾ തങ്ങളുടെ ചില ഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ടി വന്നു. അതിൽ കുമയൂൺ ഗഡ്വാൾ പ്രദേശവും സിക്കിമും ഉൾപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ സോദര, സിക്കിമും കുമയൂൺ ഗഡ്വാളും എന്തുകൊണ്ട്, മറ്റു പ്രദേശങ്ങൾ എന്തുകൊണ്ടല്ല? വരൂ, ഇത് മനസ്സിലാക്കാം. ആംഗ്ലോ നേപ്പാളീസ് യുദ്ധത്തെ ശാന്തമാക്കാൻ നടന്ന സുഗൗലി ഉടമ്പടിയിൽ ലഭിച്ച സിക്കിമും കുമയൂൺ ഗഡ്വാളും ബ്രിട്ടീഷുകാർക്ക് വെള്ളിച്ചെമ്പകത്തോടെ പാൽ ബോട്ടിൽ സൗജന്യമായി ലഭിച്ചതുപോലെയാ. കാരണം ഇതിനാൽ ഒന്ന് ഗോർഖകളുമായി ബോണ്ടിംഗ് ഉണ്ടാക്കുന്നതിൽ സഹായം ലഭിച്ചു, തങ്ങളുടെ വ്യാപാരം ചെയ്യുന്നതിൽ ശക്തമായ സഹായം ലഭിച്ചു. കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിബറ്റുമായി വ്യാപാരം ചെയ്തിരുന്നു. പക്ഷേ തിബറ്റിലേക്കുള്ള നേരിട്ടുള്ള റോഡ് നേപ്പാൾ വഴിയാണ് പോകുന്നത്. ബ്രിട്ടീഷുകാർ നേപ്പാളിനോട് പറഞ്ഞു, തിബറ്റുമായി നേരിട്ട് വ്യാപാരം ചെയ്യാൻ അനുമതി നൽകൂ എന്ന്. പക്ഷേ നേപ്പാളിലെ ഗോർഖ ആർമിയും രാജാ സാഹേബും ഇതിന് പൂർണ്ണമായും തയ്യാറല്ല. ബ്രിട്ടീഷുകാർ നിരവധി തവണ ശ്രമിച്ചു അവർ സമ്മതിക്കുമെന്ന്. പക്ഷെ നേപ്പാൾ വഴങ്ങിയില്ല. അതുകൊണ്ട് എവിടെയൊരിടത്ത് ബ്രിട്ടീഷുകാർ നേപ്പാളുമായി 2 കൈകൾ കൂട്ടിയിണക്കാൻ വളരെ കാലമായി ആകുലരായിരുന്നു.
ഗോർഖകൾ അവസരം നൽകിയപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തെറ്റിച്ചില്ല. യുദ്ധം നടന്നുപോയി. ഇപ്പോൾ ഈ യുദ്ധം ശാന്തമായപ്പോൾ നേപ്പാളിന് സിക്കിമും കുമയൂൺ ഗഡ്വാളും ലഭിച്ചു. അവിടെ നിന്ന് ബ്രിട്ടീഷ് കമ്പനി നേരിട്ട് തിബറ്റുമായി വ്യാപാരം ചെയ്യാൻ കഴിഞ്ഞു. തിബറ്റ് മാത്രമല്ല, ഇപ്പോൾ ബ്രിട്ടീഷുകാർ ചൈനയുമായും എളുപ്പത്തിൽ വ്യാപാരം ചെയ്യാൻ കഴിഞ്ഞു. കാരണം ഈ മാർഗങ്ങളാണ് അവരെ ചൈനയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർക്ക് വളരെ പ്രധാനവും ലാഭകരവുമായി തെളിയിച്ചു. മറുവശത്ത് ഈ യുദ്ധത്തിന് ശേഷം ഗോർഖകളുടെ വിസ്തരണം ഒരുമിച്ച് നിന്നു. അവരുടെ വിസ്തരണവാദ പോളിസി നിന്നു. നിരവധി പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ടി വന്നു. അതായത് നഷ്ടം ഗോർഖകൾക്കാണ് സംഭവിച്ചത്. എന്നാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഈ യുദ്ധത്തിൽ ഗോർഖകൾ ഉടമ്പടി ചെയ്യാൻ ബ്രിട്ടീഷുകാരുടെ ചതുരതയാൽ ബലവാന്തപ്പെട്ടു. അതെ, യുദ്ധത്തെ ആദ്യം നോക്കിയാൽ ഗോർഖകൾ ജയിക്കുന്നത് പോലെ തോന്നി. പക്ഷേ അവസാനം ബ്രിട്ടീഷുകാർ അവരെ ബലവാന്തപ്പെടുത്തി. സംഭവിച്ചതിങ്ങനെയാ. ഗോർഖ സൈന്യത്തിൽ ചേർന്ന സൈനികർ വിവിധ ഗോത്രങ്ങളിൽ നിന്നുള്ളവരാണ്. അവർ തങ്ങളുടെ നായകനോട് ലോയൽറ്റി ഉള്ളവർ. ഈ കാര്യം ആർക്കും അറിയില്ലായിരിക്കാം, പക്ഷെ ബ്രിട്ടീഷുകാർക്ക് വളരെ നന്നായി അറിയാം. അവരിതിൻ്റെ പ്രയോജനമെടുത്തു. അവസാനം വലിയ എണ്ണം ഗോർഖ സൈനികർ അദൃശ്യരായി. അതോടെ ഗോർഖകൾ ദുർബലരായി. കാര്യം ഉടമ്പടി വരെ എത്തി. ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നേപ്പാളും തമ്മിൽ ഉടമ്പടി നടന്നു. ദൂരെ നിന്ന് നോക്കിയാൽ നമുക്കും അതേ ഒരുപക്ഷെ ഇരുവരുടെയും ബന്ധങ്ങൾ മെച്ചപ്പെട്ടതായിരിക്കാമെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇരുവരും തമ്മിലുള്ള ബന്ധങ്ങൾ പുറമേ നിന്ന് നോക്കാൻ ഒന്നും ഉള്ളിൽ മറ്റൊന്നുമാണ്. ഇതിനകം നേപ്പാളി കോർട്ടിൽ 2 ഭാഗങ്ങൾ രൂപം കൊണ്ടു. അതിലൊരു ഭാഗത്തുള്ള പണ്ഡിതർ ബ്രിട്ടീഷുകാരുടെ ആശ്രയത്തിലേക്ക് പോകണം, ശാന്തി കാത്തു സൂക്ഷിക്കണം, യാതൊരു നടപടിയും എടുക്കരുത് എന്ന് പറയുന്നു. മറ്റൊരു ഗ്രൂപ്പ് ബ്രിട്ടീഷുകാരുടെ മേൽ നടപടിയെടുക്കണം, പ്രത്യാക്രമണം നടത്തണം, നമ്മിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചെടുക്കണമെന്ന് പറയുന്നു. ഈ രീതിയിൽ നേപ്പാളിൽ ബ്രിട്ടീഷുകാരെക്കുറിച്ചുള്ള ചർച്ചകൾ തുടർന്നു. മറുവശത്ത് ബ്രിട്ടീഷ് സ്വാധീനമുള്ള മന്ത്രി ഭീംസേൻ താപ്പ യാതൊരു നടപടിയും എടുക്കാതെ നേപ്പാൾ പ്രവർത്തനങ്ങളിൽ കണ്ണുവച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ് പിന്തുടരുന്നത്. അത് ബ്രിട്ടീഷുകാർ ആദ്യം മുതൽ പിന്തുടരുന്നു. ഈ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിക്ക് വളരെ കാലം കഴിഞ്ഞു. വീണ്ടും 1846 18-ാം നൂറ്റാണ്ടിൽ ഈ കാലത്ത് എന്തോ ഒന്ന് സംഭവിച്ചു. അത് ബ്രിട്ടീഷുകാരുടെ സഹനത്തെ ഫലപ്രദമാക്കി. അവരുടെ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയെ വിജയകരമാക്കി. സംഭവിച്ചതിങ്ങനെയാണ്. 1846 നേപ്പാളിൽ റാണ ഡൈനാസ്റ്റി അധികാരത്തിലെത്തി. റാണ ഡൈനാസ്റ്റി നേപ്പാളിന്മേൽ നിയന്ത്രണം നേടിയ ഉടനെ സമഗ്രവാദ വ്യവസ്ഥ റദ്ദാക്കി. അതായത് ഇപ്പോൾ നേപ്പാളിൽ സിസ്റ്റം സെൻട്രലൈസ്ഡ് ആയി. എല്ലാ വിപ്ലവങ്ങളും റദ്ദാക്കി. അതുമാത്രമല്ല, നേപ്പാളിൽ വന്ന ഉടനെ റാണ ഡൈനാസ്റ്റി എല്ലാ പ്രകൃതി വിഭവങ്ങളും വരുമാനത്തിനായി ഉപയോഗിച്ചു. നിങ്ങളെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ റെയിൽവേ ആരംഭം 1853 ആയിരുന്നു. പക്ഷേ നിങ്ങളിൽ വളരെ കുറച്ചുപേർക്ക് മാത്രമേ ഇതറിയൂ. ഈ റെയിൽവേ ആരംഭം മുതൽ നേപ്പാളിന് നല്ല ലാഭം കിട്ടി. സംഭവിച്ചതിങ്ങനെ: ഇന്ത്യയിൽ ട്രെയിനുകൾ വർദ്ധിച്ചതനുസരിച്ച് വ്യാപാരം വർദ്ധിച്ചു. അതുപോലെ ഇന്ത്യ നേപ്പാളിൽ നിന്ന് മരമെടുക്കാൻ തുടങ്ങി. ഇതിനാൽ നേപ്പാളിന് നല്ല ലാഭം വന്നു. ഈ കാലത്ത് ഇന്ത്യയുടെ ടിമ്പർ വാങ്ങലിനാൽ നേപ്പാൾ വ്യവസായങ്ങൾ വികസിച്ചു. പ്രത്യേകിച്ച് റാണ ഡൈനസ്റ്റി ബ്രിട്ടീഷ് മറ്റും നേപ്പാൾ ബന്ധങ്ങളുടെ നിർവചനം തന്നെ മാറ്റി. ഇരുവരും തമ്മിലൊരു അലയൻസ് സെറ്റപ്പ് രൂപപ്പെടാൻ പോകുന്നു. ഇതിന് പിന്നിലും ഒരു ലോജിക്കുണ്ട്. നേപ്പാളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള സൗഹൃദത്തിന് പിന്നിൽ 2 പ്രധാന കാരണങ്ങളുണ്ട്. അതിലാദ്യത്തേതും ചെറിയ കാരണം എന്താണെന്നാൽ, റാണ ഡൈനാസ്റ്റി വിദേശീയമാണ്. അതായത് അവരുടെ ജനനം നേപ്പാളിലല്ല, പുറത്തുള്ള രാജ്യങ്ങളിലാണ് നടന്നത്. അതുകൊണ്ട് അവർ ബ്രിട്ടീഷുകാരെ അലയൻസായി കണ്ടു. രണ്ടാമത്തേത്, ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കാരണം 1857 ലഹളയാണ്. ജാനുവരി 1858 ആയപ്പോഴേക്കും ഡൽഹിയും അതിൻ്റെ ചുറ്റുപാടുകളും ലഹള ഏകദേശം അവസാനിച്ചു. മാർച്ച് 1858 ആയപ്പോഴേക്കും ബ്രിട്ടീഷ് സൈനിക സംഘം ലക്നൌവിൽ ആധിപത്യം നേടി. ജൂൺ ആയപ്പോഴേക്കും ലഹളയുടെ ഏറ്റവും ശക്തമായ നായകർ അഥവാ റാണി ലക്ഷ്മിഭായിയും മൗലവി അഹമ്മദുള്ളയും യുദ്ധഭൂമിയിൽ ജീവൻ വിട്ടു. പക്ഷേ ഇനിയും ചില ലഹളക്കാർ തലകുനിക്കാൻ തയ്യാറല്ല. അവരിൽ ബേഗം ഹസ്രത് മഹൽ, നാനാ സാഹിബ് എന്നീ നായകരെല്ലാം നേപ്പാൾ ഭാഗത്തേക്ക് കാലുകൾ വെച്ചു. അവിടെ നിന്ന് ബ്രിട്ടീഷുകാരുടെ മേൽ ഗറില്ല യുദ്ധരീതി പിന്തുടരാൻ തീരുമാനിച്ചു. ഈ യുദ്ധത്തിൽ നായകർ നേപ്പാളികളുടെ സഹായം ചോദിച്ചു, റാണയിൽ നിന്നും സഹായം ചോദിച്ചു. പക്ഷേ റാണ അവരുടെ സഹായം ചെയ്യുന്നത് ദൂരെ അവരുടെ വാക്കുകൾ പോലും കേട്ടില്ല. ഇതുമാത്രമല്ല, 1859 നേപ്പാൾ നായകൻ ജംഗ് ബഹാദൂർ തരായി പ്രദേശത്ത് ഒളിഞ്ഞിരുന്ന ഈ നായകരെയെല്ലാം കൊന്നു. ഇങ്ങനെ 1857 ലഹള അവസാനിച്ചു. പക്ഷേ ജംഗ് ബഹാദൂറിന്റെ ഈ തീരുമാനം കാരണം ബ്രിട്ടീഷുകാരുടെ കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ വന്നു. അതിനുശേഷം നേപ്പാൾ ബ്രിട്ടീഷുകാർക്ക് ഗോർഖ സൈനികരെ നൽകാൻ തുടങ്ങി. മുതൽ 1-ാം ലോക മഹായുദ്ധവും ബോക്സർ ലഹളയെ തടയുന്നതിലും ഗോർഖ സൈനികർ ബ്രിട്ടീഷുകാർക്ക് കൂടുതലായി സഹായിച്ചു. റാണ ഡൈനസ്റ്റി ഭരണാധികാരി ചന്ദ്ര ശംസേർ ബ്രിട്ടീഷുകാർക്ക് എല്ലാ രീതിയിലും സഹായിച്ചു. ഇങ്ങനെ ബ്രിട്ടീഷ് മറ്റും നേപ്പാൾ ബന്ധങ്ങൾ ബലപ്പെട്ടു വന്നു. ഇതെല്ലാം സന്തോഷകരമായി ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ 1922 പ്രദേശത്ത് നേപ്പാളിനെ പൂർണ്ണ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം നടത്തി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, നേപ്പാൾ ബ്രിട്ടീഷുകാരുടെ അടിയിലല്ലല്ലോ, അപ്പോൾ സ്വാതന്ത്ര്യം എങ്ങനെ? ഇതിന്റെ ഉത്തരം ഇതാണ്.
ബ്രിട്ടീഷുകാർക്ക് നേപ്പാളിന്മേൽ ഭരണം നടത്തുകയോ അധികാരം നേടുകയോ ഒരിക്കലും ആവശ്യമുണ്ടായിരുന്നില്ല. ചോദിക്കാതെ തന്നെ സഹായം ലഭിച്ചതുകൊണ്ട് ഏറ്റുമുട്ടൽ എന്തിന്? നേപ്പാൾ ബ്രിട്ടീഷുകാരുടെ മേൽ തങ്ങളുടെ ദൃഷ്ടികോൺ വ്യക്തമാക്കി. അതുകൊണ്ട് ബ്രിട്ടീഷുകാരും നേപ്പാളിന്മേൽ കണ്ണുവെക്കുന്നത് നിർത്തി. ഇതാണ് കാരണം നേപ്പാൾ ഒരിക്കലും ബ്രിട്ടീഷുകാരുടെ അടിമയായില്ല. പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ലഭിച്ചുവെന്ന്. ഈ ദിവസം ഇത്രമാത്രം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ വരെ സുരക്ഷിതരായിരിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.